ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആധാരങ്ങളെല്ലാം കൂടി മുത്തശ്ശി ദേവയാനിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്നും എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ട് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. നയനയാണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുന്നതാണ് കാണിച്ചിരുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് അതിലൂടെ നയന പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് നയന നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയോട് എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ നയനെ സംസാരിക്കാനായി വന്ന വശം അവിടെ നിന്ന് ദേവയാനി എണീക്കുകയാണ്. അവിടെ നിന്ന് മാറാൻ നോക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞത് കേട്ടിട്ട് അമ്മ പൊക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല, നിൻ്റെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ടെന്നുണ്ട്. ദേവയാനി പോകാൻ പോകുമ്പോൾ ദേവയാനിയുടെ കൈ പിടിച്ചവിടെ നിർത്തിയിട്ട് നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് അമ്മ പോയാൽ മതി, അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് അമ്മയുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ദേവയാനിയെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കൽ പോലും അമ്മയെ വേദനിപ്പിക്കണമെന്നോ അമ്മയ്ക്ക് മേലെ ആവണമെന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യമല്ല. അമ്മ മീനാക്ഷി ചേച്ചിക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനങ്ങനെ അമ്മയ്ക്ക് മേലെയായിട്ടോ അല്ലെങ്കിൽ അമ്മ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാനായിട്ട് നിൽക്കില്ലായിരുന്നു. അറിയാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തു പോയത്. ഒരാൾ പൈസ വന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ആദർശേട്ടനോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു അമ്മയെന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ എന്ത് എക്സ്പ്ലനേഷനും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്നെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ്, നിന്നെ ഞാൻ ഒരിക്കലും മരുമകളായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മ എന്നെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞതല്ലേ, ഇതല്ലേ കാര്യമെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞതല്ലേ എന്ന് പറയുകയാണ്. അമ്മ ഈ കാര്യം പൈസ കൊടുക്കണ്ട എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു, ദൈവം സത്യമായിട്ടും ഞാൻ പറയുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം കയറിയിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഞാനായിരുന്നു മൂത്ത മരുമകൾ, എൻ്റെ തീരുമാനത്തിന് അതിൻ്റേതായൊരു വിലയുണ്ടായിരുന്നു, പല തീരുമാനങ്ങളും ഞാനാണ് ഇവിടെ എടുത്തിരുന്നത്, എല്ലാവരെയും ഞാനായിരുന്നു നോക്കിയിരുന്നതൊക്കെ, അവിടെ നീ കയറി വന്നിട്ട് നീ ആധിപത്യം സ്ഥാപിച്ചു, എനിക്ക് എൻ്റെ വാക്കിനോ എൻ്റെ പ്രവൃത്തിയിലോ ഈ വീട്ടിൽ ഒരാൾക്കും ഒരു വിലയില്ലാതായി തീർന്നിരിക്കുകയാണ്, അതിനെല്ലാം കാരണം നീയാണ്. അതേപോലെ അച്ഛനെയും അമ്മയൊക്കെ മണിയടിച്ചിട്ട് നീ അവരെ പാട്ടിലാക്കി, ഇപ്പം അവർ വരെയും എൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോനെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ അമ്മയാണ് ഞാനൊരു നോട്ടം നോക്കിയാൽ എൻ്റെ മോനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു. ഞാൻ പറയുന്നതിനപ്പുറത്തൊന്നും ചെയ്യാത്ത മോനെ വരെ നീ ഇപ്പോൾ വശീകരിച്ച് കൈക്കലാക്കിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാനാണ്, നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനുമില്ല എന്ന് ദേവയാനി നയനോട് പറയുന്നുണ്ട്. അമ്മേ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല, അമ്മ മാത്രമാണ് എന്നെ ഇപ്പോഴും മനസ്സിലാക്കാത്തത് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഒരിക്കലും മനസ്സിലാക്കാനും പറ്റത്തില്ല, മനസ്സിലാക്കാനും താല്പര്യമില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്നെ എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും നിന്നെ ഞാൻ ഒരിക്കലും മരുമകളായിട്ട് കാണില്ല, കാരണം നിന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ടും എന്നെ അങ്ങോട്ട് സ്വാധീനിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. ഇപ്പോൾ നിൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ മോൻ വരെ നിൻ്റെ ഭാഗത്തായി, പക്ഷേ ഞാൻ അങ്ങനെ ആവുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട നയനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം നയന പറയുന്നുണ്ട്, അങ്ങനെ അമ്മ പോകാൻ വരട്ടെ, എനിക്ക് പറയാനുള്ളതും കൂടി അമ്മ മുഴുവനായിട്ട് കേട്ടിട്ട് പൊക്കോളൂ. അമ്മ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും എൻ്റെ പക്ഷത്താണെന്ന്, അതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ്. അമ്മ തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ മരുമകൾ, അമ്മയുടെ വാക്കിന് എല്ലാവർക്കും നല്ല വിലയുമുണ്ട്. അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ ഇവിടെയുള്ള ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിക്കരുതെന്ന്. അമ്മയെ അത്രയും വില കൽപ്പിക്കുന്നതുകൊണ്ട്, അമ്മയെ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല, അപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കിക്കൂടെ. അതുപോലെ അമ്മ പറയുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ എല്ലാവരും നീങ്ങുന്നത്. ഇനി അമ്മ ഇതേ നിലപാട് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അമ്മയുടെ ഭാഗത്തു നിന്ന് മാറി എൻ്റെ പക്ഷത്തേക്ക് വരും. എന്നിട്ട് ഞാൻ അമ്മ പറഞ്ഞ പോലെ ഇവിടുത്തെ അധികാരമൊക്കെ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടി വരും. അത് അമ്മയായിട്ട് എനിക്ക് ചെയ്തു തരികയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ വില മനസ്സിലാകത്താണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്നെ വെല്ലുവിളിക്കാറായെന്ന് ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല അമ്മേ, എനിക്ക് അമ്മേനെ ഒരിക്കലും വെല്ലുവിളിക്കാനായിട്ട് ഈ ജന്മത്തിൽ സാധിക്കില്ല. പിന്നെ എന്തിനാ അമ്മ അങ്ങനെ പറയുന്നത്,
അമ്മയായിട്ട് അമ്മയുടെ ആ ഒരു സ്ഥാനം ഇല്ലാതാക്കരുത് എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർക്കൊക്കെ അമ്മയോടൊരു വിരോധമായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവിടെ പിന്നെയും മുന്നിലായിട്ട് നിൽക്കുക. അപ്പം അത് അമ്മയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പണ്ടത്തെ പോലെ ആക്കാം എന്നൊക്കെ നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ദേവയാനിക്ക് ഇങ്ങനെ നയന പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ചെവിയിലേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഹാളിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്. ആ സമയം ദേവയാനി നേരെ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നയനയെ നൂറൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ നേരം വരെയായിട്ടും ഇവിടെയുള്ളവർക്ക് ആർക്കും നീ ചായ കൊടുത്തില്ലേ, പോയി ചായ എടുത്തിട്ട് വായോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. നയനയുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, അവളോട് ഭക്ഷണം വെക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് എല്ലാവരും സന്തോഷത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ജയനാണെന്നുണ്ടെങ്കിൽ ആകെ അമ്പരന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് ദേവയാനി തന്നെയാണോ ഈ പറഞ്ഞത് എന്ന് ആലോചിച്ചുകൊണ്ട്. ദേവയാനി നയനെ വിളിച്ച സൗണ്ട് കേട്ടിട്ട് നയന വേഗം അടുക്കളയിൽ നിന്ന് ഓടി വരികയാണ്. അപ്പം ജയൻ പറയുന്നുണ്ട്, എന്തിനാണ് ദേവയാനി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചയെടുക്കേണ്ട കാര്യം, അവൾ എല്ലാവർക്കും ഉള്ള കോഫിയും ചായ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു, നിനക്കും കൂടി ഉള്ളത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ മുമ്പാണ് അവൾ എടുത്തുകൊണ്ട് പോയത്. അമ്മയ്ക്കുള്ള ചായ ചൂടാറിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വേറെ എടുക്കാനായിട്ട് അവൾ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും അമ്മയ്ക്ക് എന്താ വേണ്ട ഇപ്പം ചായയല്ലേ എന്ന് പറഞ്ഞിട്ട് നയന വേഗം തന്നെ പോയിട്ട് അവൾക്കുള്ള ചായ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ദേവയാനി അത് വാങ്ങിച്ച് കുടിക്കുന്നുമുണ്ട്. ഇത് കണ്ടിട്ട് ജലജയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു, ഇത്ര പെട്ടെന്ന് ദേഷ്യമെല്ലാം തീർന്ന് ഇവരൊന്നായോ എന്നാണ് ജലജ ആലോചിക്കുന്നത്. അപ്പം തന്നെ ദേവയാനിയുടെ അടുത്ത് ജലജ വന്നിട്ട് പറയുന്നുണ്ട്, ഏടത്തി എന്തീ കാണിക്കുന്നത്, ഇന്നലെ ഏടത്തിക്ക് ഉണ്ടായ അപമാനം എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഏടത്തി ഇതെല്ലാം ക്ഷമിച്ചോ, ഇതൊന്നും ക്ഷമിക്കാനായിട്ട് പാടില്ല ഏടത്തി, അവളിങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവൾ നമ്മളെ തലയിൽ കയറിയിരിക്കുമെന്ന് പറയുകയാണ്. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമല്ലോ, അത് അവൾ വാങ്ങിച്ചു വന്നതൊന്നും വാങ്ങിച്ച് കുടിക്കാനും പിടിക്കാനൊന്നും നിൽക്കരുത് എന്ന് ജലജ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ ദേവയാനി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ നയനോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജലജയോട് പറയുന്നുണ്ട്, എന്തിനാണ് ചെറിയമ്മ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അമ്മയുടെ അടുത്ത് ഓരോന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നോക്കുന്നത്, അമ്മയ്ക്കത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം കൂടുകയല്ലേ ഉള്ളൂ, വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ ഇരിക്കാനായിട്ട് ജലജയോട് പറയുന്നുണ്ട് നയന. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്തിനാണ് നീ ആവശ്യമില്ലാത്തവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നേ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. ഒരു തരത്തിൽ ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നിനക്ക് അടുക്കളയിൽ എന്താ പണി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ നീ അത് പോയി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമാവുന്നുണ്ട്. അമ്മ അവളോട് സംസാരിച്ചു, അവൾക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ അവൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഒരു നിമിഷം അവിടെ നിന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മയെന്ന്. അല്ല, നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കാനാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്ന്. ആരോട് ചോദിച്ചിട്ടാണ് നീ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ പറയൂ, എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന്, ഞാനത് ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറയണം. നീ ഒരു കാര്യം പോയിട്ട് ദോശയും സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. ശരിയമ്മേ, അമ്മ പറയുന്ന പോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്താൽ പോരെ, ഇങ്ങനെ എന്തിനാ അവളെ വാക്ക് കേൾക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിയോട് നയന പറയുന്നുണ്ട്, അതല്ല മുത്തശ്ശി, മിണ്ടാതിരുന്ന അമ്മ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇനി അമ്മ എന്ത് പറഞ്ഞാലും ഞാനതൊക്കെ ചെയ്തു കൊടുത്തോണ്ട് ഇനിയിപ്പോൾ 100 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാലും ഞാൻ അത് സന്തോഷത്തോടെ ചെയ്യും. അമ്മ എന്നോട് ദേഷ്യം വിട്ടിട്ട് സംസാരിച്ചല്ലോ, ഞാൻ കൊടുത്ത ചായ അമ്മ കുടിച്ചല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അമ്മ കഴിക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നയന നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് പത്രമതിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള റിവ്യൂസ് എല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു പത്രമാറ്റിലെ പുതിയൊരു റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.